അതുപോലെ തന്നെ എന്റെ ഫോണിലേക്കൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം ഞങ്ങളുടെ മനസ്സിൽ അനീഷ് വിജയിക്കും എന്നുള്ളതായിരുന്നു. അതുപോലെ അനീഷിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. അങ്ങനെ എല്ലാവരും. ശരിയല്ല, ഈ മനുഷ്യനല്ലേ എന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയത്. ഒരു ചിലർ കൈനീട്ടം നൽകി കഴിഞ്ഞു. പക്ഷെ അനീഷിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത് അനുമോൾക്കാണ്. അതുകൊണ്ട് അനുമോൾ വിജയിച്ചു. ചെയ്ത ഒരു വിയോഗത്തെ തുടർന്ന് ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അനീഷ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതിലും അനീഷ് ഇതൊക്കെ കുത്തിക്കേറ്റേണ്ട ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അനീഷ് വിജയിച്ചിട്ടല്ല സാർ പൈസ കൊടുത്ത് സഹായിച്ചത്. സാറിന് പേഴ്സണലി ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ടാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് നേരം മുമ്പ് ഒരു ഉച്ചയോടുകൂടി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അനീഷ് നമ്മുടെ റോയ് സാറിന് ആദരാഞ്ജലികൾ പറയുന്ന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ അനീഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അനീഷ് ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് കുറച്ച് ക്ലിപ്സും കൂടെ കിട്ടി. അത് നിങ്ങളെ കൂടി കാണിക്കാമല്ലോ എന്ന് കരുതിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അനീഷിൻ്റെ വാക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഒരു വാർത്ത ഞാൻ അറിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. കാരണം കോടന്നൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള എന്നെ ചേർത്ത് പിടിക്കാനായിട്ട് അദ്ദേഹം കാണിച്ച ഒരു വലിയ മനസ്സുണ്ട്. ഈ ഒരു വലിയ മനസ്സിനെ കുറിച്ച് അനീഷ് പറയുന്നുണ്ട്. ആ ഒരു വലിയ മനസ്സ് അത് അനീഷിന് മാത്രമല്ല, ഒരുപാട് ആൾക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ വന്നിട്ടുള്ള, ഐഡിയ സ്റ്റാർസിംഗിൽ വന്നിട്ടുള്ള, അങ്ങനെ ഒരുപാട് ഷോയിൽ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, പ്രൈസ് മണി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒന്നുമില്ലാത്തവൻ്റെ ബാങ്കിലേക്ക് ലക്ഷങ്ങൾ വാരി വിതറിയ ഒരു മനുഷ്യൻ. ഇതേപോലെ തന്നെ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളും ഈ റോയ് സാർ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞും പറഞ്ഞും പറയാണ്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അനീഷിൻ്റെ ഈ വാക്കുകൾ മുഴുവനും നമുക്ക് കേൾക്കാം. അതിന് മുമ്പായിട്ട് അനീഷിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൈസ് മണി. അതായത് പ്രൈസ് മണി അല്ല കേട്ടോ, റോയ് സാറിന് അനീഷിന് കൊടുക്കണം തോന്നി. 10 ലക്ഷം രൂപ സാറിന് കൊടുക്കണം തോന്നി. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് 10 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കോടികളുടെ വിലയുണ്ട്. അനീഷിനെ ഇത് കൊടുക്കുന്നതിന് മുമ്പ് റോയ് സാർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വോയിസ് കോളും കൂടി കേൾക്കട്ടോ. ഇത്ര വലിയ കോടീശ്വരനാണ് അദ്ദേഹം. സംസാരിക്കുന്ന ആ ഒരു രീതി കണ്ടോ, എന്താ പറയാ, ഡൗൺ ടു എർത്ത് ആയിട്ട് ജീവിക്കാന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു മനുഷ്യനാട്ടോ. നമുക്ക് അതൊന്ന് കേൾക്കാം ആ ഒരു വോയിസ്. ഹലോ, അനീഷ് ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. ഇത് റോയ് സാറിന്റെ PA സെക്രട്ടറി അങ്ങനെ ആരെങ്കിലൊക്കെ ആയിരിക്കും കേട്ടോ. സ്റ്റാഫാണ്, സാറിന്റെ സ്റ്റാഫാണ് കോൾ ആദ്യം അനീഷിനെ വിളിക്കുന്നത്. അതിനുശേഷം സാറിൻ്റെയിലേക്ക് കോൾ കണക്ട് ചെയ്യുന്നു. അനീഷ് നേരിട്ട് കാണണം എന്നുള്ളൊരു ഇത് സാറ് ഏഷ്യാനെറ്റിനോടോ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമിനോടോ ഒന്നും പറയാതെ, എൻ്റെ മോശം അതിനോട് ഒന്നും പറയാതെ സാറ് തന്നെ മനസ്സറിഞ്ഞ് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് പ്രൈസാണ്, അല്ലെങ്കിൽ ഒരു ഇഷ്ടദാനമാണ് 10 ലക്ഷം രൂപ അനീഷിന്. ഇത് അനീഷിനോട് അറിയിക്കുമ്പോൾ അനീഷിന്റെ വാക്കുകളാണ്. ഓക്കെ, ഞാൻ ഡോക്ടർ റോയ് സാർക്ക് കൊടുക്കാം. ഒരു മിനിറ്റ്. അനീഷ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. നമ്മുടെ പോലൊക്കെ താനും ഒരു സാധാരണക്കാരനാണ്, ഞാനും സാധാരണക്കാരനാണ്. അപ്പോ ഒരു 10 ലക്ഷം രൂപ പ്രൈസ്. താങ്ക് യു സാർ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്രമാത്രം സന്തോഷമുണ്ട്. എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നോ പ്രോബ്ലം. അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം. ഞാൻ ഫ്ലൈറ്റ് കയറുമ്പോൾ ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന്, കടവുന്ന്. ഓക്കെ സാർ. അനീഷിന് ചെക്ക് തരാൻ വേണ്ടി മാത്രമാണ് ആള് വരുന്നത്. കാലിക്കറ്റിലേക്ക് വരണം, അനീഷിന് ചെക്ക് തരണം, എന്നിട്ട് ഞാൻ തിരിച്ചു പോകും. ഒരു റിസോർട്ടിലേക്ക് അനീഷിനോട് വരാൻ പറയുന്നുണ്ട്. ഞാൻ എബിലിന് കൊടുക്കാം. ഒരു നിമിഷം കേട്ടോ, എന്റെ ബ്രദറും കൂടിയാണ് എബില്. ഒറ്റ സെക്കൻഡ് കൊടുക്കാം. എന്തോ സാർ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. താങ്ക് യു. ഇത് ഞാൻ ഏഷ്യാനെറ്റിനോട് പറഞ്ഞിട്ട് ആരോടും പറഞ്ഞില്ല. ഇത് സ്വന്തം മനസ്സിൽ അപ്പൊ എനിക്ക് വന്നൊരു നല്ല ഫീലിംഗ് ആണ്. അത് ഒരു പ്രൈസ് തരണം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. തൊഴു കൈകളോടെയാണ് കേട്ടോ പറയുന്നത്. താങ്ക് യു. ഒരു സെക്കൻഡ് എബിലിന് കൊടുക്കാം. അനീഷ്, കാലത്ത് 10 o'clock ആകുമ്പോഴത്തേക്ക്, ഒരു 9 o'clock ആകുമ്പോഴത്തേക്ക് കടവ് റിസോർട്ടിൽ എത്തണം കേട്ടോ. 10 10 o'clock സാറിന് കറക്റ്റ് ടൈം ആവാണ്ടിരിക്കണേ, എത്തണം കേട്ടോ അവിടെ. ശരി ശരി. ഓക്കെ അനീഷ്, ഓക്കെ, കൺഗ്രാറ്റുലേഷൻ, ഗോഡ് ബ്ലസ്. താങ്ക് യു. സത്യം പറഞ്ഞാൽ ആ മനുഷ്യന്റെ നല്ല മനസ്സാണ്. ആരോടും പറയാതെയാണ് അദ്ദേഹം ആ ഒരു എമൗണ്ട് അനീഷിന് കൊടുക്കുന്നത്. ഒരു കാലിക്കറ്റിലുള്ള ഒരു റിസോർട്ടിലേക്ക് വരാൻ പറഞ്ഞു, അവിടെ വെച്ചിട്ടാണ് ആ പ്രൈസ് മണി കൊടുക്കുന്നത്. അപ്പൊ നാളെ ബാംഗ്ലൂർ, മറ്റന്നാ 10 ലക്ഷാധിപതി. കൺഗ്രാറ്റുലേഷൻസ്.
ഒരുപാട് സന്തോഷമുണ്ട്. ഇവരോട് പറഞ്ഞു തന്നെയല്ലേ കണ്ടല്ലോ. ഇതൊക്കെ ഈ മനുഷ്യനെ കൊണ്ടേ പറ്റുള്ളൂ അല്ലേ? ആ മനുഷ്യനാണ് ഇപ്പം ഇല്ലാണ്ടായിരിക്കുന്നത്. എന്തായാലും സാറിന് നഷ്ടം അത് നികത്താൻ പറ്റാത്ത ഒരു നഷ്ടം തന്നെയാണ് എല്ലാവരും സംബന്ധിച്ച്. അപ്പോൾ സാറ് അനീഷിനെ എങ്ങനെയാണ് ചെക്ക് കൊടുത്തിരുന്നു, ആ സമയത്തുള്ള അനീഷിൻ്റെ വാക്കുകളും സാറിൻ്റെ എക്സ്പ്രഷനും ആ സ്നേഹമൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ബാക്കി അനീഷിന് പറയാനുള്ള ബാക്കിയുള്ള കൂടി നമുക്ക് കേൾക്കാം. അപ്പൊ ആ മനസ്സ് ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് കേരളത്തില് ഇത്രയധികം പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ആരാധിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ എന്നൊക്കെ പറയുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോ ശരിക്കും അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ എന്റെ ഫോണിലേക്കും ഒക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം ഞങ്ങളുടെ മനസ്സിൽ അനീഷ് വിജയിക്കും എന്നുള്ളതായിരുന്നു. അതുപോലെ അനീഷിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. അങ്ങനെ എല്ലാവരും എന്നെ പരിചയപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും എന്നോട് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? റോയ് സാറിന്റെ മരണത്തെ തുടർന്ന്, വിയോഗത്തെ തുടർന്ന് സാറിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോയുമായിട്ട് അനീഷ് വരുന്നത്. അത് അനീഷ് തുടക്കത്തിൽ തന്നെ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അനീഷ് പറയുന്ന വാക്കുകളാണ് കേട്ടോ. അനീഷിനെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അനീഷ് ആയിരിക്കും വിജയിക്കുക എന്ന് പലരും കരുതി. ഞങ്ങളുടെ മനസ്സിലൊക്കെ വിജയി അനീഷാണ് എന്ന് ഓൾറെഡി എല്ലാ വ്യൂവേഴ്സും പറഞ്ഞു. ഒരു ഷോ ആവുമ്പോൾ ആ ഷോയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ ഗെയിമേഴ്സിനും പല തരത്തിലായിരിക്കും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിലും കൂടുതലാണ് അനുമോൾ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അനുമോൾ ഒന്നാമതും അനീഷ് രണ്ടാമതുമായി. അത് ഈ സാറിൻ്റെ ഈ ഒരു വിയോഗത്തെ തുടർന്ന് ഇട്ട ഒരു വീഡിയോയിൽ ഇത് കുത്തിക്കേറ്റേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് പറയുന്നത്. അനീഷിന് എപ്പോൾ എവിടെ പറയണം എന്നുള്ള എനിക്കറിയില്ല. കാരണം ബിഗ് ബോസ് ഷോ കഴിയാറായിരിക്കുന്ന സമയത്താണ്, ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ അനുമോളെ പോയി പ്രപ്പോസ് ചെയ്തു. ആത്മാർത്ഥ സ്നേഹമായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യാമായിരുന്നു. അത് ഗെയിമാണ്, പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറഞ്ഞ് നമ്മൾ വിട്ട് കളഞ്ഞു. പുറത്തിറങ്ങിയിട്ടും റോയ് സാറിൻ്റെ വിയോഗത്തെ തുടർന്ന് ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അനീഷ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിലും അനീഷ് ഇതൊക്കെ കുത്തിക്കേറ്റേണ്ട ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അധികം ജനങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടായിട്ട് എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അനീഷിന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അനീഷിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത് അനുമോൾക്കാണ്. അതുകൊണ്ട് അനുമോൾ വിജയിച്ചു. അതങ്ങനെ എടുക്കുക, ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് ഒരു ഗെയിം സ്പിരിറ്റിൽ എടുക്കുക. ഇത് അനീഷിന്റെ വാക്കുകളാണ്. ഇതിൽ അനീഷിനെ ഇപ്പൊ സാറിനെ കെട്ടിപ്പിടിക്കുന്നു, സാറിന്റെ അവിടെ കാല് തൊട്ട് ഒഴുകുന്നു, സാറിനോട് നന്ദി അറിയിക്കുന്നു, തൊഴുകൈകളോടെ സാറിനോട് സംസാരിക്കുന്നു. ആ ഒരു അനീഷിനെ കണ്ടു. പക്ഷെ ആദരാഞ്ജലി അർപ്പിക്കുമ്പോൾ ഉള്ള ആ അനീഷും അതും തമ്മിലുള്ള ഒരുപക്ഷെ ചിലർക്കും അതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും എന്തോ. അനീഷ് ഇങ്ങനൊരു വീഡിയോ ഇട്ടു. ഈ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് അനീഷിന് ആ ഒരു സ്നേഹബന്ധം, ഒരു ആത്മബന്ധം കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് ഓരോരുത്തർ പറയുന്നത്. എന്നാൽ ഇതേ വീഡിയോയുമായിട്ട്, അതായത് സാറിൻ്റെ വിയോഗത്തെ തുടർന്ന് മറ്റൊരു സാർ സഹായിച്ച, അല്ലെങ്കിൽ സാറിൻ്റെ പൈസ കൊണ്ട് ഭാഗ്യങ്ങൾ ഓരോന്നോരോന്നായി തേടി എത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അഖിൽ മാരാർ. അഖിലും ഇതുപോലെ കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട്. നമുക്ക് അതോടെ കേൾക്കാം. ഒരു സമയത്ത് ഒന്നുമല്ലാതെ എന്നെപ്പോലെ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ സമ്മാനം കൊണ്ട് അനുഗ്രഹിച്ച് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു മനുഷ്യൻ. ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അതിന്റെ 15,000 രൂപ തിരിച്ചടയ്ക്കാൻ പറ്റാതെ, ആകെ അതിനകത്ത് 20,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ, അതിലൊരു 15,000 രൂപ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ അത് 80,000-ഓളം രൂപയായി കിടന്ന് അത് ക്രെഡിറ്റ് കാർഡ് അങ്ങനെ കിടന്ന ബാധ്യതയിൽ പെട്ടുപോയൊരുവൻ. ഒരു ചെറിയ ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ, ഒരു വർഷത്തിൽ 10,000 രൂപ പോലും അടയ്ക്കാൻ പറ്റാതെ ആ ലോണ് മുടങ്ങിപ്പോയ, ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബാധ്യതയിൽ പെട്ടുപോയൊരുവൻ. സാമ്പത്തികമായി വലിയ രീതിയിൽ പ്രശ്നങ്ങളിൽ പെട്ടുകൊണ്ടിരുന്ന ഒരുവൻ. അപ്പം അങ്ങനെ ഒരുവനായിരുന്ന എൻ്റെ അക്കൗണ്ടിലേക്ക് ആദ്യമായി 50 ലക്ഷം രൂപയുടെ ഒരു സമ്മാനം നൽകി എന്നെ സാമ്പത്തികമായി അനുഗ്രഹിച്ച, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിച്ച എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വലിയ മനുഷ്യൻ തന്നെയാണ്. ആ ഒരു മനുഷ്യന്റെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിയോഗം കൂടുതലും ഞാൻ ഒരു നിമിഷം ചിന്തിക്കുമ്പോൾ, ശരിയല്ല, ഈ മനുഷ്യനല്ലേ എന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയത്. ചിലർ കൈനീട്ടം നൽകി കഴിഞ്ഞാൽ വലിയ ഭാഗ്യമെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കൈനീട്ടം കൊണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ
പൈസ കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് ജനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിൽ ഒരാളാണ് അനീഷ്. അനീഷ് വിജയിച്ചിട്ടല്ല സാർ പൈസ കൊടുത്ത് സഹായിച്ചത്, സാറിന് പേഴ്സണലി ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ടാണ്. ഇവരൊക്കെ വിജയിച്ചിട്ടാണ് ആ ഒരു പ്രൈസ് കിട്ടിയത്, പക്ഷെ അനീഷിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് സാർ ആ ഒരു പൈസ തന്നത്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്തിനാണ് ബിഗ് ബോസ് വിന്നർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈലന്റ് ആയിട്ട് അതും കൂടി കുത്തി കയറ്റിയിട്ട് ഞാൻ വിജയിക്കേണ്ടതായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എന്നൊക്കെ പറഞ്ഞു അതും കൂടി ഒരു കുത്തി കയറ്റിയിട്ടുള്ള ഒരു വീഡിയോ എന്തിനായിരുന്നു, അല്ലെങ്കിൽ ആ വീഡിയോയിൽ ഇതെന്തിനാ ഉൾക്കൊള്ളിച്ചേ എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും